പെരുമനം കുട്ടൻമാരാർ കൂടി ചേരുന്നുണ്ട്. ശ്രീ കുട്ടൻമാരാർ ലോക പ്രശസ്ത തബല വിദ്വാനാണ്. ഒരുപക്ഷെ സംഗീത ലോകത്തിന് തീരാ നഷ്ടം. താങ്കൾ എങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു? എന്റെ ദുഃഖത്തിനും പറയാൻ വയ്യാത്ത വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ വേർപാട് ലോകത്തിനുള്ള നഷ്ടമാണ്. ആ നഷ്ടത്തില് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരൻ നഷ്ടപ്പെട്ട ദുഃഖമാണ് എനിക്ക്. കുടുംബത്തിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് സംഭവിച്ച നഷ്ടം പോലെ ഞാൻ ദുഃഖിക്കുന്നു. ആദരാഞ്ജലികൾ നേരുന്നു. അദ്ദേഹത്തിന് നിത്യശാന്തി തരുന്നു. പക്ഷെ താങ്കളുടെ ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് എത്രത്തോളം മാനസികമായിട്ടുള്ളൊരു അടുപ്പമാണ് അദ്ദേഹവുമായി ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹമായിട്ട് മാനസികമായിട്ട് വളരെ ഞങ്ങള് രണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണെങ്കിലും താളം എന്ന ഒരു ഹൃദയം സൂക്ഷിക്കുന്ന വ്യക്തിത്വങ്ങളായതുകൊണ്ട് ഒരേ പോലെ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തുമായി 99 മുതല് ആണ് എനിക്ക് ആദ്യമായിട്ട് പരിചയം. 99 ബോംബെയിൽ വെച്ച് കേളി ഫെസ്റ്റിവലില് എനിക്ക് പ്രോമിസിംഗ് ആർട്ടിസ്റ്റ് അവാർഡ് തന്നത് സക്കീർ ഹുസൈൻ സാറാണ്. അന്ന് മുതൽ ഞങ്ങളുടെ പരിചയം. അദ്ദേഹത്തെ പിന്നീട് ബോംബെ കേളിയുടെ സ്വർണശംഖ് നൽകാൻ എനിക്കും മട്ടന്നൂരിനും ഭാഗ്യമുണ്ടായി. ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അദ്ദേഹത്തെ ആദരിച്ചു. അതേപോലെ 2017 ചേർപ്പില് പെരുവനം ഗ്രാമത്തിലെ CNN സ്കൂളില് അദ്ദേഹത്തിനെ ക്ഷണിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഒരു തബല കച്ചേരി നടത്താൻ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. ആ സുദിനത്തില് പെരുവനം ഗ്രാമത്തിന്റെ വക, കേളിയുടെ വക ഒരു വീരശൃംഖല അദ്ദേഹത്തിന് മലയാളികളുടെ വകയായിട്ട് കേരളത്തിൽ വെച്ച് നൽകാൻ കഴിഞ്ഞു. ഒരു മറുനാടൻ മലയാളിക്ക് ഒരു വാദ്യശ്രേഷ്ഠനെ പൂരങ്ങളുടെ നാട്, മേളങ്ങളുടെ നാടായി പെരുമനത്ത് കൊണ്ടുവന്ന് ഒരു വീരശൃംഖല നൽകി ആദരിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യാണ്. അദ്ദേഹം അത് വളരെയധികം സന്തോഷത്തോടെ സ്വീകരിക്കുകയും പുരസ്കാരത്തെക്കാളപ്പുറം നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച്, പൂര സംസ്കൃതിയെക്കുറിച്ച്, മേള സംസ്കൃതിയെക്കുറിച്ച് ഏറെ ബഹുമാനമായിരുന്നു അദ്ദേഹത്തിന്. പഞ്ചവാദ്യായാലും മേള ആയാലും തായമ്പകയായാലും 1-2 മണിക്കൂർ നേരം ഇരുന്ന് കേൾക്കാൻ സന്മനസ് കാണിച്ച മഹാന്മാരായ കലാകാരന്മാരിൽ അപൂർവങ്ങളിൽ അപൂർവമായ സക്കീറിന്റെ മാനസിക വലിപ്പം, മനുഷ്യത്തിന്റെ വലിപ്പം വളരെ വലുതാണ്. ആ മനസ്സിന്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ മഹാനാക്കുന്നത്. മറ്റുള്ളവരെ തന്നെ പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ച മഹാനാണ് തബല മാന്ത്രികൻ ആയ ഉസ്താദ്. ശ്രീ കുട്ടൻമാരാർ, ഒരുപക്ഷെ ഈ സംഗീത ലോകത്തിൽ നിന്നും കിട്ടിയ സൗഹൃദങ്ങൾ അത് അതേ രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ അദ്ദേഹം എന്തും നിലനിർത്തിയിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. അദ്ദേഹം തബലയെ സ്നേഹിക്കുന്ന പോലെ ചെണ്ടയെ സ്നേഹിക്കാൻ ശ്രമിച്ചു. ചെണ്ടയിൽ കൊട്ടുന്ന എണ്ണങ്ങളെ മട്ടന്നൂർ കൊട്ടുമ്പോൾ അതേപോലെ തബലയിൽ കൊട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചത് അതുകൊണ്ടാണ്. ചെണ്ട പഠിക്കാതെ ചെണ്ടയുടെ എണ്ണങ്ങൾ തബലയിൽ കൊട്ടാൻ കഴിയുന്നത് ഒരു മാന്ത്രിക ശക്തിയുള്ളവർക്കോ ദൈവിക ശക്തിയുള്ളവർക്കേ സാധിക്കൂ. അമാനുഷികമായ കഴിവുള്ളവർക്കാണ് അത് സാധിക്കുക. സക്കീർ ഹുസൈൻ അത് സാധിച്ചിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, കേട്ടവരെല്ലാം കൈയടിച്ച് സന്തോഷിച്ച് ആഹ്ലാദിച്ച് അനുമോദിച്ച വാക്കുകളാണത്. അദ്ദേഹം തായമ്പക തബലയിൽ കൊട്ടി. അതാണ് 2017 പെരുവനം ഗ്രാമം കണ്ടത്. ഇത് 2023 ഡിസംബർ 13 ബോംബെയിൽ വെച്ച് വീണ്ടും അത് ആവർത്തിക്കാൻ സാധിച്ചു. അന്നും ചെണ്ടയും തബലയും ചേർന്ന് സമന്വയം നടത്തുന്നത് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിന് മേളകലയെ, വാദ്യകലയെ വളരെ അദ്ദേഹത്തിന് ഈ കല, വാദ്യങ്ങൾ ഏതായാലും, താളം ഏതായാലും, സംഗീതം ഏതായാലും, വാദ്യകല ഏതായാലും ഒരേപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു സ്നേഹിതനായിരുന്നു അദ്ദേഹം. ശരി, നന്ദിയുണ്ട് ശ്രീ കുട്ടൻമാരാർ. അപ്പോൾ അദ്ദേഹത്തെ ഓർത്തെടുത്തതിന്.